ചാപ്റ്റർ 13 സ്വാമി കി ദാദി. നമുക്ക് ആദ്യം ഒന്ന് വായിച്ചു നോക്കാം. സ്വാമി കി ദാദി. ദാദി എന്ന് പറഞ്ഞാൽ ആരാണ്? ഗ്രാൻഡ് മദർ. സ്വാമിയുടെ ഗ്രാൻഡ് മദർ. बैठक और भोजन कक्ष के बीच कम हवादार अंधेरे गलियारे की बंद सी कोठरी में स्वामीनाथन की दादी अपनी सारी सामान के साथ रहती थी. उनका सामान था 5 दरियों, 3 चादरों, 5 तकियों वाला भारी भरकम बिस्तर, फटसन के रेशे का बना एक वर्गाकार बक्सा और लकड़ी का एक छोटा बक्सा जिसमें तांबे की सिक्के, इलायची, लौंग और सुपारी पड़े रहते थे. എന്താണ്? बैठक और भोजन कक्ष के बीच कम हवादार अंधेरे गलियारे की बंद सी कोठरी में स्वामीनाथन की दादी अपनी सारी सामान के साथ रहती थी. बैठक എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയില്ലേ? बैठक എന്ന് പറഞ്ഞാൽ ഹാൾ അല്ലേ? ഓർ ഭോജൻ കക്ഷ എന്ന് പറഞ്ഞാൽ ഡൈനിങ് റൂം. ഡൈനിങ് റൂമിൻ്റെയും ഈ ഹാളിൻ്റെയൊക്കെ ഇടയിൽ സെൻറ്ററിലായിട്ട് ബീച്ച് സെൻറ്റർ കം ഹവാദാർ ഒരു ചെറിയ അന്ധേരെ ഗലിയാരെ ഒരു ഇരുട്ട് നിറഞ്ഞ ഒരു കോറിഡോർ ഉണ്ടായിരുന്നു. അവിടെ എന്തുണ്ടായിരുന്നു? ബന്ദ് സി കോട്ടറിമേം ആ കോറിഡോറിൻ്റെ ഇടയിലുള്ള ഒരു ചെറിയ റൂം. കോട്ടറി എന്ന് പറഞ്ഞാൽ റൂമിലായിരുന്നു ആര് താമസിച്ചിട്ടുണ്ടിരുന്നത്? സ്വാമിനാഥൻ്റെ ദാദി താമസിച്ചിരുന്നത്. അവരുടെ അവരുടെ എല്ലാ സാധനങ്ങളും അവിടെ ഉണ്ടായിരുന്നു. ആ റൂമിലായിരുന്നു നമ്മുടെ ദാദി താമസിച്ചിരുന്നത്. ഉൻകാ സാമാൻ ഥാ 5 ദരിയോ. എന്തൊക്കെ സാധനങ്ങളായിരുന്നു? 5 ദരിയോം, പിന്നെ 3 ചാദറും. ചാദര എന്ന് പറഞ്ഞ ബെഡ്ഷീറ്റ്, 3 ബെഡ്ഷീറ്റും, പിന്നെ 5 തക്കിയും വാല ഭാരി ഭർക്കം ബിസ്തർ, 5 പില്ലോ ഉള്ള തക്കിയും പില്ലോയുള്ള ഒരു വെയിറ്റ് ഉള്ള ഒരു ബിസ്തർ എന്ന് പറഞ്ഞാൽ ബെഡും. പട്സൻ കെ രേഷ് കാ ബന ഏക് വർഗക്കാർ ബോക്സ്. പിന്നെ ജൂട്ട് കൊണ്ടുണ്ടാക്കിയ പട്സൻ എന്ന് പറഞ്ഞാൽ ജൂട്ട് കൊണ്ടുണ്ടാക്കിയ ഒരു സ്ക്വയർ ഷേപ്പിലുള്ള ബോക്സ്. വർഗാക്കാർ എന്ന് പറഞ്ഞാൽ സ്ക്വയർ ഷേപ്പിലുള്ള ഒരു ബോക്സും ഓർ ലക്കടി എന്ന് പറഞ്ഞാൽ മരത്തിനെ കൊണ്ടുള്ള एक छोटा ബോക്സ്, ഒരു വുഡൻ ബോക്സ് അല്ലെ, ഒരു ചെറിയ മരം കൊണ്ടുള്ള ഒരു ചെറിയ ബോക്സ്. അതിൻ്റെ അകത്ത് എന്തുണ്ടായിരുന്നു? ജിസ്മേം താമ്പെ കെ സിക്കെ, അതിൽ കോപ്പർ കോയിൻസ് ആയിരുന്നു. താമ്പെ എന്ന് പറഞ്ഞാൽ കോപ്പർ, സിക്കെ കോയിൻസും, ഇലായച്ചി കാർഡമം, ഇലായച്ചി എന്ന് പറഞ്ഞാൽ കാർഡമം, പിന്നെ ലോങ് ഓർ സുപ്പാരി പടേ രഹ്തേ ഥേ. സുപ്പാരി എന്ന് പറഞ്ഞാൽ പാക്ക്, സുപ്പാരി എന്ന് പറഞ്ഞാൽ അടക്ക മുറുക്കുന്ന സാധനങ്ങളില്ലേ, അതൊക്കെ ആ ചെറിയ ബോക്സിലായിരുന്നു വെച്ചിട്ടുണ്ടായിരുന്നത്. കോപ്പർ കോയിൻസും ഇലായച്ചിയും പിന്നെ സുപ്പാരിയും ആ ഒരു ചെറിയ മരം കൊണ്ടുള്ള ബോക്സിൽ. അതുകൂടാതെ ഒരു വലിയ സ്ക്വയർ ബോക്സ് ഉണ്ടായിരുന്നു ജൂട്ട് കൊണ്ടുള്ളത്. പിന്നെ ബെഡും തലയണയും ബെഡ്ഷീറ്റും ഒക്കെ വെച്ചിരുന്നത് ആ റൂമിലായിരുന്നു. रात के भोजन के बाद स्वामीनाथन दादी के पास उनकी गोद में सिर रखे लौंग इलायची की गंध भरे वातावरण में अपने को बहुत प्रसन्न और सुरक्षित महसूस कर रहा था. നമ്മുടെ സ്വാമിനാഥൻ രാത്രിയിലെ ഭക്ഷണം കഴിച്ചതിന് ശേഷം സ്വാമിനാഥൻ ദാദിയുടെ അടുത്ത് പോയി അതിൻ്റെ മടിയിൽ തല ചായ്ച്ച് വെച്ച് നല്ല ഇലായച്ചിയുടെ മണമുള്ള ആ സ്ഥലത്ത് നല്ല സുരക്ഷിതനായിരുന്നു പോയി കിടക്കുമായിരുന്നു. മഹസൂസ് എന്ന് പറഞ്ഞാൽ ഫീൽ ചെയ്യുക. അവനവിടെ നല്ല സന്തോഷവും സുരക്ഷിതത്വവും ഫീൽ ചെയ്യുമായിരുന്നു. ബഡി പ്രസന്നദാസെ ഭർക്കർ വ ബോല, ओ दादी तुम नहीं जानती राजम कितनी ऊंची चीज है. उसने दादी को राजम और मणि की पहले दुश्मनी और फिर दोस्ती की कहानी का सुनाई. അവൻ അവിടെ വന്ന് കിടന്നിട്ട് ദാദിയോട് ചോദിക്കുക, മടിയിൽ വന്ന് തല വെച്ച് കിടന്ന് ചോദിക്കുക, ഓ ദാദി തും നഹി ജാൻതി രാജം കിത്നി ഊഞ്ചി ചീസ് ഹേ. ദാദിക്ക് അറിയാമോ രാജം എന്തു വലിയ സാധനമാണെന്ന് അറിയാമോ? എന്നിട്ട് അവൻ പറയുക, ഉസ്നെ ദാദി കോ രാജം ഓർ മണി കോ പെഹ്ലി ദുശ്മനി ഓർ ഫിർ ദോസ്തി കി കഹാനി സുനായി. എന്നിട്ട് രാജവും മണിയും ആദ്യം തല്ലുപിടിച്ച കഥയും പിന്നെ എങ്ങനെയാണ് അവർ കൂട്ടുകാരായതെന്നുള്ള കഥയും ദാദിയോട് പറയാൻ തുടങ്ങി. तुम्हें पता है उसके पास सचमुच की पुलिस की वर्दी है. സ്വാമിനാഥൻ ബോല. എന്നിട്ട് പറഞ്ഞു, ദാദിക്ക് അറിയാമോ അവൻ്റെ അടുത്ത് ശരിക്കും പോലീസിന്റെ യൂണിഫോം ഉണ്ട്. വർദി എന്ന് പറഞ്ഞാൽ യൂണിഫോം. അപ്പോൾ ദാദി ചോദിച്ചു, സച്ച് ഉസി പുലീസ് की वर्दी क्यों चाहिए. ദാദിനെ പൂച്ച. അപ്പോൾ ദാദി ചോദിച്ചു, സച്ച് സത്യമാണോ അവന് പോലീസിന്റെ യൂണിഫോം എന്തിനാണ്?
उसके उसके पिता पुलिस अधीक्षक है। वह यहाँ की पुलिस के सबसे बड़े अफसर है। ദാദി കാഫി പ്രഭാവിത് ഹുയി. എന്നിട്ട് അവൻ പറഞ്ഞു, അവന്റെ അച്ഛൻ പുലീസ് അധീക്ഷക് ഹെ. അധീക്ഷക് എന്ന് പറഞ്ഞാൽ ഓഫീസർ, പോലീസ് ഓഫീസറാണ്. വ യഹാം കി പുലീസ് കെ സബ്സെ ബഡെ ഓഫീസർ ഹെ. ഇവിടെയുള്ള പോലീസുകാരുടെ ഏറ്റവും വലിയ ഓഫീസറാണ് രാജമിന്റെ അച്ഛൻ. ദാദി കാഫി പ്രഭാവിത് ഹുയി. ദാദി അപ്പോഴേക്കും സർപ്രൈസ്ഡ് ആയി. എന്നിട്ട് പറഞ്ഞു, ഉൻകാ സച്ച് മേ കാഫി ബഡാ ദഫ്തർ ഹോഗാ. ഉന്നോനെ കഹാ, അവന്റെ വലിയ ഓഫീസ് ആയിരിക്കും, ജോലി ചെയ്യുന്നത് വലിയ ദഫ്തർ എന്ന് പറഞ്ഞ ഓഫീസ് ആയിരിക്കും. फिर उन्होंने उन दिनों की कहानी सुनानी शुरू की जब स्वामीनाथन के दादा रौबदार सब मजिस्ट्रेट थे. എന്നിട്ട് പിന്നെ എന്ത് പറയാൻ തുടങ്ങി? കഥ പറയാൻ തുടങ്ങി. എന്തിനെ കുറിച്ചുള്ള കഥ? സ്വാമിനാഥൻ കി ദാഥ. സ്വാമിനാഥന്റെ ഗ്രാൻഡ് ഫാദർ റോബ്ദാർ എന്ന് പറഞ്ഞ റോയൽ മജിസ്ട്രേറ്റ് ആയിരുന്ന സമയത്തുള്ള കഥ പറയാൻ തുടങ്ങി. ജിൻകെ ദഫ്തർമേം, അവരുടെ ഓഫീസിൽ ആരൊക്കെ ഉണ്ടായിരുന്നു? പുലീസ് വാലെ കാംതെ ഹുയെ ഖഡേ രഹേ തേ. ഈ ദാദായെ, സ്വാമിനാഥന്റെ ദാദായെ കാണുമ്പോൾ, മജിസ്ട്രേറ്റിനെ കാണുമ്പോൾ എല്ലാവരും കാംതെ, പേടിച്ചിട്ടാണ് നിന്നിരുന്നത്. उनसे डरकर खूंखार से खूंखार टाकू तक भाग खड़े होते थे. स्वामीनाथन अधीर होकर उनकी कहानी खत्म होने का इंतजार करने लगा. लेकिन दादी बोलती ही गई, इधर उधर भटकती हुई, अलग अलग समय पर खड़ी घटनाओं को गटमट करती हुई. എന്നിട്ട് പറഞ്ഞു, സ്വാമിനാഥന്റെ മജിസ്ട്രേറ്റ് ആയിരുന്ന സമയത്ത് അവരെ കണ്ട എല്ലാ പോലീസുകാരും പേടിച്ചിരിക്കുമായിരുന്നു. കള്ളന്മാർക്കൊക്കെ പേടിയായിരുന്നു. ഇതൊക്കെ കേട്ടപ്പോൾ സ്വാമിനാഥൻ അധീർ ഹോക്കർ, അധീർ എന്ന് പറഞ്ഞാൽ പരേഷാൻ, നിരാശയോടെ കഥ ഒന്ന് നിർത്താൻ വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്നു. ഇന്തസാർ കർണേലക. പക്ഷെ നമ്മുടെ ദാദി നിർത്തിയില്ല അല്ലേ. അങ്ങോട്ടും ഇങ്ങോട്ടും വളച്ചും തിരിച്ചുമൊക്കെ കഥ പറഞ്ഞുകൊണ്ടേയിരുന്നു. അലക് അലക് സമയ പർ ഖടി ഘട്ടനാവും. ഓരോ സമയത്തും പല പല സമയങ്ങളിലായി നടന്ന ഓരോ ഈവന്റുകളെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരുന്നു. ഘട്ടന എന്ന് പറഞ്ഞാൽ ഈവന്റുകളെ കുറിച്ചും വിവരിച്ചുകൊണ്ടേയിരുന്നു. बस काफी है दादी, उसने रूखे स्वर में कहा. मैं तुम्हें राजम के बारे में कुछ बताना चाहता हूँ. जानती हो उसे गणित में कितने नंबर मिलते हैं? എന്നിട്ട് രാജമിന്, നമ്മുടെ സ്വാമിനാഥന് ദേഷ്യത്തോടെ പറഞ്ഞു, ബസ് കാഫി ഹെ ദാദി. കാഫി എന്ന് പറഞ്ഞാൽ ഇനഫ്, നിർത്ത്, മതി ദാദി എന്ന് പറഞ്ഞു. ഉസ്നെ റൂഖെ സ്വർ മേ കഹാ, റഫായിട്ടുള്ള ദേഷ്യത്തോടെ പറഞ്ഞു. മേ തുമേ രാജം കെ ബാരെ മേ കുച്ച് ബതാനാ ചാഹത്താ ഹൂം. എനിക്ക് ദാദിയോട് രാജമിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. ജാൻതി ഹോ ഉസെ ഗണിത് മേ കിത്നെ നമ്പർ മിൽത്തെ ഹെ. എന്നിട്ട് ചോദിച്ചു, ദാദിക്ക് അറിയാമോ അവന് മാത്സിൽ, ഗണിത് എന്ന് പറഞ്ഞാൽ മാത്സിൽ എത്ര മാർക്കാണ് ലഭിക്കുന്നതെന്ന്? സാരെ നമ്പർ മിൽത്തെ ഹോങ്കെ ഹെന, ദാദിനെ പൂച്ച. ദാദി ചോദിച്ചു, ഫുൾ മാർക്ക് ലഭിക്കുമായിരിക്കും അല്ലേ? സാരെ നമ്പർ എന്ന് പറഞ്ഞാൽ ഫുൾ മാർക്കും ലഭിക്കുമായിരിക്കും അല്ലേ എന്ന് ദാദി ചോദിച്ചു. അരെ നെഹി, ഉസേ സൗമേസെ 90 മിൽത്തെ ഹെ. അപ്പോൾ സ്വാമിനാഥൻ പറഞ്ഞു, അല്ല, ഫുൾ മാർക്ക് കിട്ടൂല. 100, സൗ എന്ന് പറഞ്ഞാൽ 100ൽ 90 എന്ന് പറഞ്ഞാൽ 90 മാർക്കാണ് കിട്ടുന്നത്. ചലോ അച്ഛാ ഹെ, ലേക്കിൻ തുമേ ഭി മെഹനത് കർഹെ ഉസ്കി തരഹ് നമ്പർ ലേനെ ചാഹിയേ. അപ്പോൾ നമ്മുടെ ദാദി പറഞ്ഞു, അച്ഛാ ഹേ, നല്ലതാണല്ലോ, നല്ല മാർക്ക് കിട്ടുന്നുണ്ടല്ലോ. തുമേ ഭി മെഹനത് എന്ന് പറഞ്ഞാൽ ഹോംവർക്ക്, നീയും അതുപോലെ, ഹോംവർക്ക് അല്ല, ഹാർഡ് വർക്ക്. മെഹനത്, ഹാർഡ് വർക്ക് ചെയ്തിട്ട് അതുപോലെ നല്ല മാർക്ക് വാങ്ങിക്കണമെന്ന് പറഞ്ഞു. തുമേ പതാ ഹേ തുമാരി ദാദാ കഭി കഭി ऐसे उत्तर लिखते थे कि പരീക്ഷകോ को भी चकित कर देते थे. എന്നിട്ട് പിന്നെ ദാദായെ കുറിച്ച് പറയാൻ തുടങ്ങി അല്ലേ. എന്നിട്ട് പറഞ്ഞു, നിനക്കറിയാമോ, നിന്റെ ദാദ എഴുതുന്ന ഉത്തരങ്ങൾ കണ്ട പരീക്ഷകവും എക്സാമിനർ പോലും സർപ്രൈസ്ഡ് ആയിട്ടിരിക്കാറുണ്ട്. കിസി സവാൽ കാ ജവാബ് ദേനെ മേം ദൂസരോं के मुकाबले 10 ഹിസ്സ വക്ത് ലേത്തെ थे. സവാൽ എന്ന് പറഞ്ഞാൽ ക്വസ്റ്റ്യൻ, ജവാബ് ആൻസർ. ഏതെങ്കിലും ക്വസ്റ്റ്യൻ ആൻസർ നൽകുന്നതോ ബാക്കിയുള്ളവരെ അപേക്ഷിച്ച് നോക്കുമ്പോൾ, മുക്കാബല എന്ന് പറഞ്ഞാൽ കമ്പയർ ചെയ്യുമ്പോൾ, ആകെ 10 സമയം മാത്രമേ എടുക്കുകയുള്ളൂ. और फिर उनके जवाब इतनी शानदार होते थे कि कभी कभी उनके अध्यापक उन्हें 200 नंबर तक दे देते. എന്നിട്ട് പറഞ്ഞു, അതാത് എഴുതുന്ന ആൻസർ ആണെങ്കിലോ ഇത്തനേ ശാന്താർ, എന്ത് മനോഹരമാണ്, എത്ര നന്നായിട്ടാണ് ആൻസർ ചെയ്തിരുന്നത്. ആ ആൻസർ കണ്ടിട്ട് അധ്യാപകർ അദ്ദേഹത്തിന് 200 മാർക്ക് വരെ, 200 നമ്പർ, 200 മാർക്ക് വരെ നൽകാറുണ്ട്. जब उन्होंने MA किया तो उन्हें इतना बड़ा मेडल मिला था.
ദാദ MA പഠിക്കുന്ന സമയത്ത് വലിയൊരു മെഡലും ലഭിച്ചിട്ടുണ്ടായിരുന്നു. മേ കൈ സാലോൻ തക് ഉസേ ഗലേമേം പെഹ്നത്തി രഹി. ഞാൻ ഒരുപാട് വർഷം, കൈ സാൽ എന്ന് പറഞ്ഞ വർഷം, അതെൻ്റെ കഴുത്തിൽ അണിഞ്ഞുകൊണ്ട് നടക്കുമായിരുന്നു ആ മെഡൽ. ഗലെ എന്ന് പറഞ്ഞ കഴുത്ത്. മേനെ കബ് പത്താ നഹി മേനെ കബ് ഉസേ ഉത്താര. എനിക്കറിയില്ല ഞാൻ അത് എപ്പോഴാണ് ആ മെഡൽ അഴിച്ചു കളഞ്ഞതെന്ന്. ഹാ ജബ് തുമാരി ബുവാ പൈദാ ഹുയി. എന്നിട്ട് ദാദി പറഞ്ഞു, ആ എനിക്ക് ഇപ്പോൾ ഓർമ്മ വന്നു. നിന്റെ ബുവ, ബുവ എന്ന് പറഞ്ഞ ഫാദറിന്റെ സിസ്റ്റർ, ബുവ പൈദ, പൈദ എന്ന് പറഞ്ഞ ജനിക്കുക, ബർത്ത്. നിന്റെ ഫാദറിന്റെ സിസ്റ്റർ ജനിച്ചപ്പോഴാണ് ഞാനത് ഊരിക്കളഞ്ഞത്. നഹി തുമാരി ബുവ നഹി തുമാരി പിത. പിന്നെ പറഞ്ഞു, അല്ല അല്ല, സിസ്റ്റർ അല്ല, നിന്റെ അച്ഛൻ ജനിച്ചപ്പോഴാണ് അത് ഞാൻ അയച്ചതെന്ന് പറഞ്ഞു. യാദ് ആയാ തബ് ബച്ച 10 दिन का था. എന്നിട്ട് പറഞ്ഞു, എനിക്ക് ഓർമ്മ വന്നു, അന്ന് കുഞ്ഞിന് 10 ദിവസം മാത്രമേ പ്രായമുണ്ടായിരുന്നുള്ളൂ. അരെ നഹി മേനെ പെഹ്ലെ ടീക് കഹാ താ തുമാരി ബുവാ ഹി പൈദാ ഹുയി थी. പിന്നെയും ദാദി മാറ്റി പറഞ്ഞു, അല്ലല്ല, ഞാൻ ആദ്യം പറഞ്ഞതാണ് ശരി. തുമാരി ബുവാ ഹി പൈദാ ഹുയി थी. സിസ്റ്റർ, ഫാദറിന്റെ സിസ്റ്റർ ജനിച്ചപ്പോഴായിരുന്നു ഞാനത് അയച്ചിരുന്നത്. പത്താ ഹെ വ മെഡൽ അബ് കഹാ ഹെ. എന്നിട്ട് ചോദിച്ചു, നിനക്കറിയാമോ ആ മെഡൽ ഇപ്പോഴെവിടെയാണെന്ന്? മേനെ വ തുമാരി ബുവാ കോ ദിയ और उस बेवकूफ ने उसे गलवाकर 4 चुड़िया बनवा ली. അതെന്തു ചെയ്തു ആ മെഡൽ? തുമാരി ബുവാക്കോ ദിയ, ഫാദറിന്റെ സിസ്റ്റർ അവൾക്ക് കൊടുത്തു. എന്നിട്ട് അവൾ എന്ത് ചെയ്തു? ബേവ്കൂഫ് എന്ന് പറഞ്ഞാൽ കുരുത്തം കെട്ടവൾ എന്ന് പറയില്ലേ നമ്മള്, അതെന്തു ചെയ്തു? ആ മെഡൽ ഉരുക്കി ഗൽവാക്കർ 4 ചൂടിയാം, ചൂടിയ എന്ന് പറഞ്ഞാൽ ബാങ്കിൾ, വള, 4 വളകൾ ഉണ്ടാക്കി. ഓർ വ ഭി ഇത്തിനി മാമൂലി സി ചൂടിയാക്കി. ഇത്ര സിമ്പിളായ 4 വളകൾ ഉണ്ടാക്കാൻ വേണ്ടി അവൾ ആ മെഡൽ ഉരുക്കി കളഞ്ഞു. मैं हमेशा कहती रही कि हमारी परिवार में उस जैसा महामूर्ख कोई नहीं और. ഞാൻ എപ്പോഴും പറയാറുണ്ട്, അവളെപ്പോലെ നമ്മുടെ കുടുംബത്തിൽ വേറെ ആരും കുരുത്തം കേട്ടതില്ല. अब बस भी करो दादी, तुम बेकार ही पुरानी कहानियां सुनाती रहती हो. क्या तुम രാജം के बारे में नहीं सुनना चाहती? അപ്പോൾ നമ്മുടെ സ്വാമിനാഥൻ പറഞ്ഞു, ഇതൊന്ന് നിർത്തൂ എൻ്റെ ദാദി. തും ബേക്കാർ കി പുരാനി കഹാനിയാം സുനാത്തി രഹത്തി ഹോ. കുറേ നേരമായിട്ട് പഴയ പഴയ കഥകളാണല്ലോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ക്യാ തും രാജം കെ ബാരെ മേ നഹി സുനനാ ചാഹത്തി. ദാദിക്ക് എൻ്റെ രാജമിനെ കുറിച്ചുള്ള കഥ കേൾക്കാൻ ആഗ്രഹിക്കുന്നില്ലേ, ഇഷ്ടമില്ലേ? അപ്പോൾ ദാദി പറഞ്ഞു, ഹാ ഹാ ബോലോ. ദാദി പറഞ്ഞു, ആ കേൾക്കണം കേൾക്കണം, നീ പറയൂ എന്ന് പറഞ്ഞു. ദാദി ജബ് രാജം ചോട്ടാ സാ ലഡ്കാ താ തോ ഉസ്നെ ഷേർ മാരാ താ. എന്നിട്ട് എന്ത് പറഞ്ഞു? ദാദിക്ക് അറിയാമോ, രാജം ചെറിയൊരു കുട്ടിയായിരുന്നപ്പോൾ അവനെ ആരാക്രമിക്കാൻ വന്നിരുന്നു? ഷേർ ആക്രമിക്കാൻ വന്നിരുന്നു. ഷേർ എന്ന് പറഞ്ഞാൽ ലയൺ. സച്ച് ബഡാ ബഹാദൂർ ലഡ്കാ ഹെ. ആക്രമിക്കാൻ വന്നു. ഷേർ മാരാത്ത, ആരെ കൊന്നിരുന്നു? ഒരു ലയൺ അവൻ ചെറിയ കുട്ടിയായിരുന്നപ്പോൾ കൊന്നിരുന്നു എന്ന് പറഞ്ഞല്ലേ. ആരാണ് കൊന്നത്? രാജം ചെറിയ ലടുക്കായിരുന്നപ്പോൾ ഒരു ലയണിന് കൊന്നിരുന്നു. അപ്പോൾ നമ്മുടെ ദാദി ചോദിച്ചു, സത്യാണോ? ബഡാ ബഹാദൂർ ലഡ്കാഹേ. അവൻ അങ്ങനെയാണെങ്കിൽ ഒരു ധൈര്യമുള്ള ധീരനാണല്ലോ. ബഹാദൂർ എന്ന് പറഞ്ഞാൽ ബ്രേവ്. തും യേ ബാത് മുझे खुश करने के लिए कह रही हो. അപ്പോൾ നമ്മുടെ സ്വാമിനാഥൻ ചോദിച്ചു, എന്നെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയാണോ ഇങ്ങനെ പറയുന്നത്? തുമേ യക്കീൻ നഹി ഹുവാ ഹോഗാ. സ്വാമിനാഥനെ ബഡേ ഉത്സാഹ സേ കഹാനി ശുരു കി. തുമേ യക്കീൻ, യക്കീൻ എന്ന് പറഞ്ഞാൽ വിശ്വസിക്കുക. എന്നിട്ട് സ്വാമിനാഥൻ ബാക്കി ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സ്റ്റോറി പറയാൻ തുടങ്ങി. രാജം കി പിതാ एक जंगल में डेरा डाले हुए थी. राजम उनके साथ था. अचानक 2 शेर उन पर झपटे और एक ने पीछे से हमला करके पिता को गिरा दिया. രാജം അവന്റെ അച്ഛന്റെ കൂടെ ഫോറസ്റ്റ് ജംഗൽ എന്ന് പറഞ്ഞാൽ ഫോറസ്റ്റിലായിരുന്നപ്പോൾ പെട്ടെന്ന് എന്ത് സംഭവിച്ചു? 2 ഷേർ, 2 ലയൺ, ചപ്ട എന്ന് പറഞ്ഞാൽ കുതിക്കുക, പെട്ടെന്ന് കുതിച്ച് ചാടി വന്ന് ആരെ അറ്റാക്ക് ചെയ്തു? ഒരെണ്ണം. ഹംല എന്ന് പറഞ്ഞാൽ അറ്റാക്ക് ചെയ്യുക. രാജന്റെ അച്ഛനെ അറ്റാക്ക് ചെയ്ത് അവിടെ വീഴ്ത്തി. ദൂസരേനെ രാജം കാ പീച്ച. രണ്ടാമത്തത് എന്ത് ചെയ്തു? രണ്ടാമത്തത് രാജമിനെ ഫോളോ ചെയ്യാൻ തുടങ്ങി. പീച്ചാക്കിയ, ഫോളോ ചെയ്ത് പുറകെ പോകാൻ തുടങ്ങി. രാജം एक झाड़ी के पीछे छुप गया और वहीं से गोली चलाकर शेर को मार डाला. രാജം എന്ത് ചെയ്തു? ഒരു ഛാടി, കുറ്റിക്കാടുകൾക്കിടയിൽ ഒളിച്ചിരുന്നു. ചുപ് ഗയ എന്ന് പറഞ്ഞാൽ ഒളിച്ചിരുന്നിട്ട്, ഗോലി എന്ന് പറഞ്ഞ ഗൺ, തോക്ക് ഉപയോഗിച്ചിട്ട് ആ സിംഹത്തെ വെടിവെച്ച് കൊന്നു. ദാദി ക്യാ തും സോ ഗയി? ഉസ്നെ കഹാനി ഖത്മ ഹോനെ പർ പൂച്ച. എന്നിട്ട് സ്വാമിനാഥൻ കഥ കഴിഞ്ഞപ്പോഴത്തേനും ചോദിച്ചു, നിർത്തി വെച്ചിട്ട് ചോദിച്ചു,
ദാദി ക്യാ തും സോ ഗയി, ദാദി ഉറങ്ങിയോ? എന്നപ്പോൾ ദാദി പറഞ്ഞു നഹി ബേട്ടാ സുൻ രഹി ഹൂം, ഇല്ല ഇല്ല മകനെ, ഞാൻ കേട്ടുകൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞു. അച്ഛാ ബതാവോ കിത്നെ ഷെയർ ആയേ ഥേ? അപ്പോൾ സ്വാമിനാഥൻ ചെക്ക് ചെയ്യാൻ വേണ്ടി ചോദിച്ചു, എങ്കിൽ പറയൂ എത്ര ഷെയർ വന്നിട്ടുണ്ടായിരുന്നു? ദോ ഷെയർ രാജം പർ ചപ്റ്റേ ഥേ, ദാദിനെ ജവാബ് ദിയ. അപ്പോൾ ദാദി പറഞ്ഞു 2 സിംഹം രാജമിനെ ആക്രമിച്ചിട്ടുണ്ടായിരുന്നു. സ്വാമിനാഥൻ ദാദിക്ക് ഗലത് ജവാബ് സേ ചിഡ് ഗയ. ശരിയാണോ, ഒരെണ്ണം അച്ഛനല്ലേ ഉപദ്രവിച്ചിരുന്നത്, അത് 2 എന്ന് പറഞ്ഞപ്പോൾ സ്വാമിനാഥൻ പെട്ടെന്ന് ദേഷ്യം വന്നിട്ട് ദാദിനോട് എന്ത് പറഞ്ഞു? मैं तुम्हें इतनी जरूरी बातें बता रहा हूँ और तुम नींद में न जाने क्या क्या उलझुल कल्पना किया जा रही हो. സ്വാമിനാഥൻ ദാദിക്ക് ഗലത് ജവാബ് സേ ചിഡ് ഗയി, തെറ്റായ ഉത്തരം കേട്ടിട്ട് ദേഷ്യം വന്നു. ചിഡ് എന്ന് പറഞ്ഞാൽ ആങ്കർ. എന്നിട്ട് പറഞ്ഞു ഞാൻ ഇത്രയും ജറൂറി എന്ന് പറഞ്ഞാൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ദാദി ഉറങ്ങിക്കൊണ്ട് വെറുതെ എന്തെങ്കിലും തമാശ പറഞ്ഞുകൊണ്ടിരിക്കുകയാണോ? അബ് മേ തുമ്മേ കുച്ച് നഹി ബതാഊംഗ, ഇനി ഞാൻ ദാദിക്ക് ഒന്നും പറഞ്ഞില്ല. മേ ജാൻതാ ഹൂം തും ക്യോ ऐसा कर रही हो, തും രാജം കോ പസന്ദ് നഹി കർത്തി, എനിക്കറിയാം ദാദി എന്തിനാ ഇങ്ങനെ ചെയ്യുന്നെന്ന്, ദാദിക്ക് രാജമിനെ ഇഷ്ടപ്പെട്ടില്ല അല്ലേ എന്ന് ചോദിച്ചു. അപ്പം ദാദി പറഞ്ഞു नहीं नहीं वह तो बहुत प्यारा लड़का है, दादी ने बड़े विश्वास से कहा, उन्होंने राजम को देखा तक नहीं था. സ്വാമിനാഥൻ ഖുഷ് ഹോ ഗയ. എന്നിട്ട് ദാദി പറഞ്ഞു അല്ലല്ല, അവൻ ഒരുപാട് നല്ല നല്ല കുട്ടിയാണെന്ന് ദാദി പറഞ്ഞു. ദാദിയാണെങ്കിൽ രാജമിനെ കണ്ടിട്ട് കൂടിയില്ലായിരുന്നു അല്ലേ. സ്വാമിനാഥൻ അത് കേട്ടപ്പോൾ സന്തോഷമായി. ദൂസരെ ഹി ക്ഷൺ ഉസ്കെ മൻ മേം ഏക് നയാ സന്ദേശ് പൈദാ ഹുവാ. അത് കഴിഞ്ഞപ്പോഴേക്കും അവൻ്റെ മനസ്സിൽ വേറൊരു ഐഡിയ കൂടെ വന്നു. ദാദി ഷായദ് തുമേ ഷേർ കി കഹാനി പർ വിശ്വാസ് നഹി ഹോ രഹാ ഹെ. എന്നിട്ട് പറഞ്ഞു ദാദിക്ക് ചിലപ്പം ഷേറിന്റെ കഥയിൽ വിശ്വാസം വന്നിട്ടില്ലായിരിക്കും. മേ ഏക് ഏക് ശബ്ദ പർ വിശ്വാസ് കർത്തി ഹൂം. ദാദി പറഞ്ഞു എനിക്ക് ഓരോ വാക്കിലും വിശ്വാസം വന്നിട്ടുണ്ട്. ദാദിനെ സ്വർ മേ മിഠാസ് ബർക്കർ കഹാ, മധുരത്തോടെ അങ്ങനെ പറഞ്ഞു എനിക്ക് എല്ലാം വിശ്വാസമായിട്ടുണ്ടെന്ന്. സ്വാമിനാഥൻ കോ ഇസേ ഖുഷി ഹുയി, ലേക്കിൻ ഉസ്നെ ചേതാവനി കെ തൗർ പർ ജോഡാ, ജോ ഭി ഉസേ ഝൂഠാ കഹേഗാ വ ഉസേ ഗോലി മാർ ദേഗാ. അത് കേട്ടപ്പോഴേക്കും നമ്മുടെ സ്വാമിനാഥന് സന്തോഷമായി. പക്ഷെ അവൻ അതിന്റെ കൂടെ ഒരു മുന്നറിയിപ്പ് നൽകി. ചേതാവനി എന്ന് പറഞ്ഞ മുന്നറിയിപ്പ്. ജോ ഭി ഉസേ ഛൂട്ടാ കഹേഗ വ ഉസേ ഗോലി മാർ ദേഗ, ആരാണോ കള്ളം പറയുന്നത് അവരെയും അവൻ വെടിവെച്ച് കൊല്ലും. ദാദിനെ ഇസ്കാ സമർത്ഥൻ കിയ और हरिश्चंद्र की कहानी सुनाने की बात कही, जिसने वचन का पालन करने के लिए सिंहासन, पत्नी और बच्चे को खो दिया और अंत में उसे सब कुछ वापस मिल गया. उसने कहानी आती ही सुनाई थी कि स्वामीनाथन खरोटे लेने लगा. दादी भी रुक रुक कर बोलने लगी, फिर वह भी रो गई. दादी ने इसका समर्थन किया. അത് ദാദി സപ്പോർട്ട് ചെയ്തുകൊണ്ട് പിന്നെ ദാദി എന്ത് ചെയ്യാൻ തുടങ്ങി? ഹരിചന്ദ്രക്ക് കനാനി സുനാനേക്ക് ബാത് കഹി, ഹരിചന്ദ്രന്റെ കഥ പറയാൻ തുടങ്ങി. ആരാണോ അവരുടെ വാക്കുകൾ പാലിക്കാൻ വേണ്ടി സിംഹാസനവും ഭാര്യയെയും മക്കളെയൊക്കെ നഷ്ടപ്പെടുത്തി, പിന്നെ അവസാനം അതൊക്കെ തിരിച്ചു ലഭിച്ചത്, ആ ഹരിചന്ദ്രന്റെ കഥ കേൾപ്പിക്കാൻ തുടങ്ങി. ഉസ്നെ കഹാനി ആദി ഹി സുനായി, പക്ഷെ അവനാണെങ്കിലോ ആദി എന്ന് പറഞ്ഞ പകുതി, ഹാഫ്. കഥ പകുതി ആഴപ്പത്തേനും സ്വാമിനാഥൻ കൂർക്കം വലിച്ചു ഉറങ്ങാൻ തുടങ്ങിയല്ലേ. അപ്പോഴേക്കും ദാദിക്ക് ഉറക്കം വരാൻ തുടങ്ങി. ദാദി ഭി റുക്ക് റുക്ക് കർ ബോൽനെ ലഗി, ദാദിയും നിർത്തി നിർത്തി സംസാരിച്ച് ഉറങ്ങിപ്പോയി. കൂട്ടുകാർക്ക് ഈ സ്റ്റോറി ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അടുത്ത വീഡിയോയിൽ കാണുമായിരിക്കും. താങ്ക്